ഈ വിഷു എന്ന് പറയുമ്പോൾ കൈനീട്ടം ഭയങ്കര അല്ലേ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. കൈനീട്ടം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മ സ്പെഷ്യലി കുട്ടിക്കാലത്തൊക്കെ പങ്കുവെക്കാൻ? എനിക്ക് നസീസ് സാർ ഒരു 5 രൂപ തന്നായിരുന്നു. ആണോ? അത് ശരി. 5 രൂപ നസീസ് സാറിന്റെ ഒപ്പിട്ട് എന്റെ കയ്യിൽ തന്നായിരുന്നു. അത് എന്നിട്ട് സൂക്ഷിച്ച് മേക്കപ്പ് ബോക്സിൽ തന്നെ വെച്ചിരുന്നു. ആരോ ഡപ്പയുടെ കൂടെ എടുത്തോണ്ട് പോയി. അയ്യോ. 2 പേരാണ്. ഒന്ന് അദ്ദേഹം തന്നു, ഒന്ന് കന്നഡത്തിലെ രാജ്കുമാർ സാർ എനിക്കൊരു 20 റുപ്പീസ് അദ്ദേഹത്തിന്റെ ഒപ്പിട്ട് തന്നിരുന്നു. രണ്ടും വളരെ സൂക്ഷിച്ചാണ് വെച്ചിരുന്നത്. എനിക്ക് വേറെ ഒന്നും പോയതിൽ വലിയ വിഷമമില്ല. നസീർ സാറിന്റെ 5 രൂപയും ഇദ്ദേഹത്തിന്റെ ഒരു 20 രൂപയും പോയതാണ്. എത്ര ലക്ഷം സമ്പാദിച്ചാലും ഇനി ആ 2 രൂപ ഇനി ജമ്മത്തിൽ കിട്ടൂല. അതെനിക്കൊരു വലിയൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. വിഷുവായിട്ട് കിട്ടിയതായിരുന്നു എനിക്കത്. മുകേഷ് അല്ല, വിഷുക്കണി എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് വലിയ കാശൊന്നും ഇല്ലാതിരുന്ന കാലത്തായിരുന്നു നമ്മൾ ആദ്യം ഒരു ബോധവൽക്കരണം എല്ലായിടത്തും വിഷു കൈ നീട്ടതിനെ കുറിച്ച്. വിഷു കൈ നീട്ടമാണ് പ്രധാനം. എന്ത് തരുന്നു എന്നല്ല, നമ്മൾ തരുന്നു, വാങ്ങുന്നു. അങ്ങനെ അതാണ് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ തരുന്ന ആ മനസ്സും ആ മുഹൂർത്തവും വിഷുവുമാണ് പ്രധാനം. അല്ലാതെ എന്ന് പറഞ്ഞാൽ വലിയൊരു ബോധവൽക്കരണം നടത്തിയ എല്ലാവർക്കും ഓരോ രൂപ കൊടുക്കും. എല്ലാവർക്കും വേണമെങ്കിൽ ഇനിയും പിന്തുടരാം. തരൂ. അത് തരാം. ഒരു രൂപ തന്നെയല്ലേ? പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ല, പണ്ട് 25 പൈസ ഒരു ഇങ്ങനെ കോയിൻസ് കുറെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ പോയി നമസ്കരിക്കും, അച്ഛ അല്ലെങ്കിൽ അപ്പുപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിഷ് കൈ നീട്ടം എന്ന് പറയും. അപ്പൊ നമ്മൾ കണ്ണടച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ തരുന്നത്. പിന്നെ അപ്പൊ വലിയ കാര്യമാണ് നമ്മുടെ 25 പൈസ 1 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് വല്ല മുട്ടായി മേടിക്കുക, തിന്നുക, ഇതൊക്കെ. പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷം വിഷു അത്ര നല്ലതല്ല. കാര്യം വരുന്ന ആൾക്കാർ, കൂട്ടുകാരാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും കുടുംബാംഗങ്ങളാണെങ്കിലും ഒക്കെ വൻ പ്രതീക്ഷയിലാണ് വരുന്നത്. സിനിമാ നടന്റെ കൈനീട്ടമാണല്ലോ. ഞാൻ ചോദിച്ചോണ്ടായിരിക്കും എന്ത് കൊടുത്താലും നീ എത്ര കൊടുത്താലും അവരതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. ആ ലിപ്പ് എനിക്ക് കാണാം. എന്നിട്ട് വലിയ സിനിമ മോട്ടിവേഷൻ കേൾക്കുന്നില്ല. കൈനീട്ടമില്ലാതെ ഒരു വിഷു നമുക്ക് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഒരു സ്ഥാനമാനമൊക്കെ വെച്ച് മുകേഷ് ഏട്ടനാണ് നമുക്ക് എല്ലാവർക്കും കൈനീട്ടം തരേണ്ടത്. ഇവിടെ വെച്ചാ ഈ വേദിയില് ഇന്നിപ്പോ ഈ വിഷുവിനാ? അതെ, ശരി ശരി. പക്ഷെ അത് ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ മുകേഷ് ഏട്ടനെ കൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞിരുന്നേ നമ്മള് അല്ലേ? അതെ അതെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും പേര് ഞാൻ ഇതിനകത്ത് എഴുതി ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും മുകേഷ് ഏട്ടൻ ഒരാളെ തെരഞ്ഞെടുക്കും. ആ ആള് എല്ലാവർക്കും കൈനീട്ടം തരും. ഫെയർ അല്ലേ? ഫെയർ അല്ലേ? പെട്ടെന്ന് പറഞ്ഞ എങ്ങനെ ഫെയർ അല്ലേ? നമ്മൾ അങ്ങനെ ഒരു സംഭവമേ പറഞ്ഞില്ലല്ലോ നിങ്ങള്. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. എന്റെ പേര് ഇപ്പൊ തൽക്കാലം വരല്ലേ? എല്ലാവരുടെയും പേരുണ്ട്.